നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് തോന്നുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒന്നും സാധിക്കാതെ വരുമ്പോൾ, നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കാനായിട്ട് ഈ വചനം കുറേ സമയം പറയുമ്പോൾ അതിൻ്റെ റേമയായി നമ്മുടെ ഉള്ളത്തിലേക്ക് അത് നീങ്ങുവാനിടയാകും. കുറച്ച് സമയം ആ വചനം നമുക്കൊന്ന് പറയാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിനും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ അത് വായിക്കുമ്പോൾ ടച്ച് ചെയ്തത്, അവൻ അതിനെ ന്യായത്തോടെ നീതിയോടുകൂടെ സ്ഥാപിച്ച് നിലനിർത്തുമെന്ന്. ന്യായത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടോ ഒക്കെ നമുക്ക് നിരാശ വരുന്ന സമയത്ത് ഇതൊന്ന് വിശ്വസിച്ചാൽ മതി. ന്യായത്തോടെയാണ് അവൻ എല്ലാം ചെയ്യുന്നത്. അവൻ തക്ക സമയത്ത് ചെയ്യും. ഇത് യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ 9-ാം അധ്യായത്തിൻ്റെ വാക്യമാണ്. നെവർ ഗിവ് അപ്പ്. വചനം വായിക്കും തോറും അതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങുവാൻ കർത്താവ് കൃപ തരട്ടെ. ഒരു വാക്യമായിരിക്കും വായിക്കുന്നത്, അതിൻ്റെ ഏതെങ്കിലും ഒരു വാക്യമായിരിക്കും നമ്മളെ ടച്ച് ചെയ്യുന്നത്. അവൻ്റെ പേരുകൾ എഴുതിയിരിക്കുന്നു, അവൻ ആരെന്ന് എഴുതിയിരിക്കുന്നു. തീഷ്ണത അതിനെ നിവർത്തിക്കുമെന്ന്. യഹോവയാം ദൈവത്തിൻ്റെ തീഷ്ണത